ഹലോ, വെൽക്കം ടു മൈ ഹിന്ദി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? ഇന്ന് നമുക്ക് ഒന്നുകൂടെ അക്ഷരങ്ങൾ നോക്കിയാലോ? ആ, ആ, ഇ, ഈ, ഉ, ഊ, റ്, എ, ഐ, ഓ, ഔ, ആ. ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മ വന്നില്ലേ? ഇനി ഇത് എങ്ങനെ എഴുതണേന്ന് നോക്കാം. ആർ യു റെഡി? പുസ്തകം എടുത്ത് ഓടി വരണേ. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ലെറ്റർ ആ അല്ലേ? നിങ്ങൾക്ക് 3 എന്ന് എഴുതാൻ അറിയാലോ. നമുക്ക് ആദ്യം 3 എന്ന് എഴുതാം. ഓക്കെ, ഇതാ 3 എന്ന് എഴുതി. ഇനി ഒരു ചെറിയ സ്ലീപ്പിംഗ് ലൈൻ ആൻഡ് 1 സ്റ്റാൻഡിംഗ് ലൈൻ. മുകളിലും ഒരു സ്ലീപ്പിംഗ് ലൈൻ കൊടുത്താൽ എന്തായി? ആ. ഐ റിപ്പീറ്റ്. ആദ്യം നമ്മൾ 3 എന്ന് എഴുതി, സ്ലീപ്പിംഗ് ലൈൻ ഇട്ടു, സ്റ്റാൻഡിംഗ് ലൈൻ ഇട്ടു, മുകളിലൊരു സ്ലീപ്പിംഗ് ലൈനും കൂടെ കൊടുത്തു. എന്തായി ഇപ്പോൾ? ആ. ആന്ന് എഴുതാൻ പഠിച്ചല്ലോ. സിമ്പിളല്ലേ? ഇനി ആന്ന് എഴുതാം. ആദ്യം നമ്മളൊന്നും കൂടെ 3 എഴുതുക, സ്ലീപ്പിംഗ് ലൈൻ ആൻഡ് സ്റ്റാൻഡിംഗ് ലൈൻ. ഇപ്പോൾ ആയി അല്ലേ? ഒരു സ്റ്റാൻഡിംഗ് ലൈനും കൂടെ കൊടുത്താൽ എന്തായി? ആ. ഐ റിപ്പീറ്റ്. 3 എഴുതുക, സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ, അഗെയിൻ 1 സ്റ്റാൻഡിംഗ് ലൈൻ. ദിസ് ഈസ് ആ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ ഏതാ? ഇ അല്ലേ? എഗെയിൻ നമ്മളൊരു കുഞ്ഞ് സ്റ്റാൻഡിംഗ് ലൈൻ കൊടുത്തു. എസ് എഴുതാറിയാലോ. എസ് എഴുതി ഇത് അവിടെ നിന്നൊരു നോട്ട് ഇട്ടു. ഇതാണ് ഇ. റിപ്പീറ്റ്. ചെറിയ സ്റ്റാൻഡിംഗ് ലൈൻ, അവിടെ നിന്നൊരു എസ് എഴുതാം, ഒരു നോട്ട് ഇടാം. ഇ എഴുതാൻ കിട്ടിയല്ലോ. നെക്സ്റ്റ് ലെറ്റർ ഇ. എഗെയിൻ നമ്മൾ ഇന്ന് എഴുതാണേ. ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ, എസ് എഴുതി, നോട്ട് ഇട്ടു. ഇനി മുകളിൽ ഇതുപോലൊരു ലൈൻ ബെൻഡ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഇതാണ് ഇ. ദിസ് ഈസ് ബിഗ് ഇ. എഗെയിൻ സ്റ്റാൻഡിംഗ് ലൈൻ, എസ് എഴുതി, നോട്ട് ഇട്ടു, മുകളിലൊരു ലൈൻ ബെൻഡ് ചെയ്ത് വരച്ചു. ഇ കിട്ടിയോ? ഇനി നെക്സ്റ്റ് ലെറ്റർ ഏതാ? ഉ. ഉ എഴുതാൻ വളരെ സിമ്പിളാണേ. എല്ലാവർക്കും 3 എന്ന് എഴുതാൻ അറിയാലോ. ദാ 3 എന്ന് എഴുതാ, മുകളിലൊരു സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുക. ഉ. എഗെയിൻ 3 എന്ന് എഴുതാ, മുകളിലൊരു ലൈൻ കൂടെ കൊടുത്താൽ ഉ ആയി. നെക്സ്റ്റ് ലെറ്റർ ഊ അല്ലേ? എഗെയിൻ നമ്മൾ ഇതുപോലെ തന്നെ ഊന്ന് എഴുതാ. ഊന്ന് എങ്ങനെ എഴുതിയത്? ജസ്റ്റ് ഒരു 3 ഇട്ട് കൊടുത്തു. ദാ ഇവിടെ ഒരു കർവ് ഇട്ട് കൊടുക്കാം. ഊ കിട്ടിയോ? എങ്ങനെയാന്ന്? ദാ എഗെയിൻ ഒന്നും കൂടെ 3 എന്ന് ഇടാ. അവിടെ ദാ ഒരു ചെറിയ കർവ് ഇട്ട് കൊടുക്കാം. ഊ. ഇനി റ് എഴുതാൻ നോക്കാം. ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക, അവിടെ നിന്നൊരു നോട്ട് ഇടുക, ഇതാ പിന്നെ അവിടെ നിന്നൊരു കർവ് ഇടാം. പിന്നെ ദാ ഇപ്പുറത്ത് 2 ലൈനും കൂടെ കൊടുത്താൽ റ്. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക, ഒരു നോട്ട് ഇടുക, പിന്നെ അവിടെ നിന്നൊരു കർവ് കൂടെ കൊടുക്കുക. ഇപ്പുറത്ത് 2 ലൈനും കൂടെ കൊടുത്ത് മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈനും കൂടെ കൊടുത്താൽ റ്. ഇപ്പം എല്ലാവരും ആ തുടങ്ങി റ് വരെ എല്ലാ അക്ഷരങ്ങളും എഴുതാൻ പഠിച്ചോ? ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.